എല്ലാവർക്കും സ്വാഗതം ഗീതാഞ്ജലിക്ക്. ഇന്ന് കണ്ണകി എന്നുള്ള ഒരു സിനിമയിലെ ഗാനമാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം 2 ഡിക്കേഡ്സ് മുമ്പത്തെ ഒരു പടമാണ്, പാട്ടാണ്. പ്രിയ കുറച്ചു നാളായി ഒരു രൗദ്രഭാവം കൊണ്ട് എനിക്ക് ചെയ്യണം, അതിനും കൂടി ഒരു യോജിച്ചിട്ടാണ് ഈ കണ്ണകി തെരഞ്ഞെടുത്തത് എന്നുള്ളതാണ് ഒരു ജനസംസാരം UK ഭാഗത്തൊക്കെ. എന്തായാലും കൃത്യമായിട്ട് പാട്ട് അവതരിപ്പിക്കുമ്പോൾ പ്രിയ പറയുന്നത് പ്രതീക്ഷിക്കാം. എന്താണ് ഇത്, ഈ പാട്ട് തെരഞ്ഞെടുത്തതിന്റെ പിന്നിലുള്ള ചേതോവികാരം. അപ്പോ നന്ദിത ദാസ് എന്നുള്ള ഒരു വളരെ പ്രശസ്തയായ, നാഷണൽ ലെവലിൽ വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു നടി അഭിനയിച്ചിട്ടുള്ള ഒരു പടം എന്നുള്ള ഒരു പ്രത്യേകതയും കൂടി ഈ പടത്തിനുണ്ട്. പിന്നെ ഇത് ഒട്ടേറെ മിത്തുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണല്ലോ കണ്ണകിയുടെ ചിലപ്പതികാരത്തിന്റെ കഥ. അപ്പൊ അങ്ങനെ അതിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്ന് ഗീതാഞ്ജലിയിൽ. അപ്പൊ പ്രിയനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും തോന്നുന്നില്ല. ഗീതാഞ്ജലിയിൽ സ്ഥിരമായിട്ട് വരുന്ന ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ എല്ലാവരും കാണുന്നത്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പ്രിയ UK-യിലാണ് ബേസ് ചെയ്തിട്ടുള്ളത്. എഴുത്തുകാരിയാണ്, ബ്ലോഗറാണ്, പിന്നെ അത്യാവശ്യം കലാസാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ്. അപ്പോൾ ഇത്രയും ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രം തന്നുകൊണ്ട് പ്രിയെ ഈ ഗാനം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു. അപ്പൊ ഈ പാട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം, എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ ഏത് പാട്ടുകളാണ് നിൽക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ആ പാട്ടിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്റ്റോറി, എന്തെങ്കിലും കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന തരത്തിൽ അതിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് പഠിക്കാൻ എനിക്ക് തോന്നുന്ന പാട്ടുകൾ എത്ര പണ്ട് കേട്ടതായാലും അതിപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കാറുണ്ട്. അപ്പം ഈ കണ്ണകിയിലത്തെ ഈ പാട്ട്, കണ്ണകി എന്ന് പറഞ്ഞ സിനിമ ഞാൻ കാണുമ്പോ അങ്ങനെയാണ് ഈ കണ്ണകിയുടെ ഐതിഹ്യമൊക്കെ ഞാൻ ആദ്യം വായിച്ചത്. ഐതിഹ്യം എല്ലാം മിത്തൊക്കെ വായിച്ചതും. അപ്പോ ആ ഒരു ഇതില് പിന്നെ അന്ന് എനിക്ക് തോന്നുന്നു ഈ KS ചിത്രയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടായിരുന്നു ഇത്. അപ്പോ 2001 ഈ സിനിമ ഇറങ്ങിയത്. ജയരാജ് സംവിധാനം ചെയ്ത കണ്ണകി എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണിത്. അപ്പൊ അങ്ങനെ അന്ന് മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു പാട്ട് എന്ന് വിചാരിച്ചിട്ട് ഓർത്തപ്പോ എനിക്കിത് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സെഷൻ വെക്കുന്നതിന്റെ തന്നെ ഒരു ഉദ്ദേശം, ഒരു പാട്ട്, അതിലെ പുതിയ വാക്കുകൾ പഠിക്കുന്നു, അതിലെ ഭാഷയെ നമ്മൾ ശ്രദ്ധിക്കുന്നു, പിന്നെ അത് ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം, ഏത് കാലത്തിനെയാണ് ആ പാട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് ചരിത്രത്തിലേക്കൊക്കെ പോകാൻ ഒരു സ്കോപ്പുള്ള പാട്ടാണിത്. അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ ചൂസ് ചെയ്തത്. ഇത് എഴുതിയത് കൈതപ്രമാണ്. കൈതപ്രം വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ട് എഴുതുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ബ്രദറാണ് കൈതപ്രം വിശ്വനാഥൻ. അദ്ദേഹമാണ് ഇതിന് സംഗീതം കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് പാട്ടുകൾക്ക് അദ്ദേഹം സംഗീതം കൊടുത്തിട്ടുള്ളൂ. അതിലൊരു പാട്ടാണിത്. പാടിയത് KS ചിത്രയാണ്. അവർക്ക് ഇതിൽ അവാർഡൊക്കെ കിട്ടിയിരുന്നു, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. ഇതിൽ കാണുന്ന, പിക്ചറിൽ കാണുന്ന ആ ചുമന്ന ഷർട്ടിട്ട ജയരാജാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. 2001 ഈ സിനിമ ഇറങ്ങിയത്. നമുക്ക് ആദ്യം പാട്ട് കേട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിന്റെ ഒരു സ്റ്റോറിയിലേക്ക് കുറച്ച് പോവാം. അപ്പൊ ഇതിന്റെ സ്റ്റോറി കേട്ട് കഴിഞ്ഞാൽ ഈ പാട്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവും. പാട്ടൊന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ സതീഷ്? നിങ്ങൾ ആരെങ്കിലും ഇവിടെ കണ്ണകിയുടെ കഥ കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റിൽ എഴുതാം, അല്ലെങ്കിൽ പറയാം. ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ശരി. അപ്പൊ ഈ പാട്ടില് കണ്ണകി കണ്ണകി എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോ ആരെങ്കിലും? ഈ സിനിമയിലെ ഹീറോയിന്റെ പേര് കണ്ണകി എന്നാണ്. അപ്പോ ഇതിലെ ഈ പാട്ട് സിംബോളിക് ആണ്. ഇത് നടക്കുന്നത് കേരളത്തിലാണ് ഈ കഥ നടക്കുന്നത്. അപ്പൊ ഇതിലെ സിനിമയിലെ നായികയായിട്ടുള്ള കണ്ണകി കൊടുങ്ങല്ലൂർ ഒരു അമ്പലമുണ്ട്. കൊടുങ്ങല്ലൂരിലെ ഭഗവതി ക്ഷേത്രത്തിനെ പറ്റിയിട്ട് ആർക്കെങ്കിലും അറിയാവോ? കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയിട്ട്? കേട്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരുടെയും കമന്റ്സ് ഒന്നും കാണാത്തത് കൊണ്ട്. ഈ സിനിമയിലെ നായികയായിട്ടുള്ള കണ്ണകി ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് കാവ് തീണ്ടുക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഉത്സവമുണ്ട്. കൊടുങ്ങല്ലൂർ ഭരണി കാവ് തീണ്ടുക എന്നാണ് പറയുക. ആ കാവ് തീണ്ടലിന് പോകുമ്പോ അവിടെ കേൾക്കുന്ന ഒരു പാട്ടായിട്ടാണ് ഈ സിനിമയിൽ ഈ പാട്ട് വന്നിട്ടുള്ളത്. അപ്പോ ഇത് പറയുന്നത്, ഈ പാട്ട് ഫുള്ള് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കണ്ണകിയുടെ കഥയാണ് ഈ പാട്ട് പറയുന്നത്. ഈ കണ്ണകി എന്ന് പറഞ്ഞാല് ചിലപ്പതികാരം എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ.
ഇപ്പൊ പണ്ടത്തെ പണ്ട് ഈ എന്താണ് ദ്രവീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേരളം, തമിഴ്നാട്, നമ്മൾ ഈ ഭാഗത്തൊക്കെയുള്ള ആളുകൾ ഒരേ ഇതിൽ നിന്നാണ് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഈ കേരളവും തമിഴ്നാടൊക്കെ പണ്ട് ഒരേ രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഈ അന്ന് ഭരിച്ചിരുന്ന ഒരു പ്രമുഖരായിട്ടുള്ള 3 വംശങ്ങൾ ഉണ്ടായിരുന്നു. ചേര, ചോള, പാണ്ഡ്യ. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചു കാണാൻ വേണ്ടി കേട്ടിട്ടുണ്ടോ അതൊക്കെ? യെസ്. അപ്പോ ആ സമയത്ത് ഉണ്ടായ ലിറ്ററേച്ചറിനെയാണ് ആ സമയത്ത് ഈ കേരളത്തിലും തമിഴ്നാട്ടിലേക്ക് ലിറ്ററേച്ചറിന് മാത്രമല്ല എല്ലാത്തിലും കല, സാമൂഹ്യ എല്ലാ രംഗങ്ങളിലും കുറെ പ്രോഗ്രസ് ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴത്തെ ലിറ്ററേച്ചറിൽ തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള 5 പുസ്തകങ്ങൾ രചിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. ആ സമയത്തിനെയാണ് സംഘം കാലഘട്ടം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് അത് രചിക്കപ്പെട്ടത്. അപ്പൊ അന്നത്തെ ആ 5 പ്രശസ്തമായിട്ടുള്ള ആ കൃതികളിൽ ഒരെണ്ണമാണ് ചിലപ്പതികാരം. അത് എഴുതിയ ആളുടെ പേരാണ് ഇളങ്കോ അടികൾ. നിങ്ങൾ ചിലപ്പതികാരം കേട്ട് കാണുമല്ലോ, സ്കൂളിലെ ഹിസ്റ്ററിയിലൊക്കെ കേട്ടിട്ടില്ലേ? എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോ ചിലപ്പതികാരം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിവേ ആ ചിലപ്പതികാരം, അപ്പൊ നമ്മൾ ഈ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് ഇപ്പോഴൊക്കെ കൂടുതൽ നമ്മൾ പണ്ടത്തെ പുസ്തകങ്ങളൊക്കെ വായിക്കും, നോക്കും. ബിക്കോസ് ഇപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ ഇങ്ങനെ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കും. ഓരോ കാര്യങ്ങൾ ഈ സമയത്താണോ നടന്നത്, ഈ നൂറ്റാണ്ടിലാണോ, അപ്പൊ ആ പുസ്തകത്തില് ഈ നൂറ്റാണ്ടില് ഇതുപോലെയാണ് ആൾക്കാർ ഡ്രസ് ചെയ്തിരുന്നതെന്ന് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനത്തെയൊക്കെയാണ് ടെമ്പിൾസ് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ പണ്ടത്തെ പുസ്തകങ്ങളെയൊക്കെ റെഫർ ചെയ്യാറുണ്ട്. അപ്പൊ അന്നത്തെ സംഘം ലിറ്ററേച്ചറിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിരുന്നു ചിലപ്പതികാരം. ഈ ചിലപ്പതികാരം എഴുതിയ ഇളങ്കോ അടികൾ, അദ്ദേഹം ഒരു ചേര രാജാവ് ഉണ്ടായിരുന്നു, സെങ്കുട്ടവൻ പറഞ്ഞിട്ട്. ഈ സെങ്കുട്ടവന്റെ ബ്രദർ ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അത് 3-ാം നൂറ്റാണ്ടിനും 5-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് എപ്പോഴോ ആണ് ഈ പുസ്തകം എഴുതപ്പെട്ടത് എന്നാണ് പറയുന്നത്. അപ്പോ അതിലെ നായികയുടെ പേരാണ് കണ്ണകി. ഈ കണ്ണകി അന്നത്തെ കാലത്ത് വളരെ ധനികനായിരുന്ന ഒരു കച്ചവടക്കാരന്റെ മകളായിരുന്നു കണ്ണകി. എന്നിട്ട് കണ്ണകിയെ കോവലൻ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു വ്യാപാരിയുടെ മകൻ കല്യാണം കഴിക്കുന്നു. അപ്പൊ കണ്ണകിക്ക് വെറും 16 വയസ്സ്, മേ ബി നിങ്ങളുടെയൊക്കെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ കല്യാണം കഴിക്കുമ്പോൾ. കുറച്ചുനാള് അവര് സന്തോഷമായിട്ടൊക്കെ ജീവിച്ചു. അത് ആ പുസ്തകത്തിൽ പറയുന്നത്, ഈ കോവലൻ എന്ന് പറഞ്ഞ ആള് വേറെ ഒരു ഡാൻസർ ഉണ്ടായിരുന്നു, മാധവി എന്ന് പറഞ്ഞിട്ട്. അവരോട് ഭയങ്കര ഇഷ്ടമായിട്ട് ആ സ്ത്രീയുടെ കൂടെ പോയി താമസിക്കാൻ തുടങ്ങി. ആ സ്ത്രീയുടെ കൂടെ താമസിക്കുമ്പോൾ ഇയാളുടെ സ്വത്ത് മുഴുവനും പോയി. പക്ഷെ കണ്ണകി അയാളോട് ദേഷ്യപ്പെടാതെ അയാളെ കാത്തിരുന്നു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ട് പൈസയൊന്നും ഇല്ലാതെ ആ സ്ത്രീയെ വിട്ടിട്ട് തിരിച്ച് ഭാര്യയുടെ അടുത്തേക്ക് കോവലൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ അയാളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പൊ അതുവരെ താമസിച്ചിരുന്ന സ്ഥലം വിട്ടിട്ട് അവര് മധുരയിലേക്ക് പോവാണ്. മധുരയിൽ പോയിട്ട് ഒരു പുതിയ ജീവിതമൊക്കെ തുടങ്ങാം, വേറെ ബിസിനസ് ഒക്കെ വെച്ചിട്ട് എന്ന് വിചാരിച്ചു. പക്ഷെ കോവലന്റെ അടുത്ത് പൈസയൊന്നുമില്ല. അപ്പോ ഈ കണ്ണകിയുടെ കാലിൽ കിടന്ന ചിലമ്പ് അഴിച്ചു കൊടുത്തു. ആ ചിലമ്പ് വിറ്റിട്ട് പൈസ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. അപ്പൊ ഈ ചിലമ്പ് വിൽക്കാനായിട്ട് ഇയാൾ പോയി. ചിലമ്പ് വിറ്റു കഴിഞ്ഞപ്പോ ആ ചിലമ്പ് വാങ്ങിച്ച ആള് കൊണ്ടുപോയിട്ട് ഒരു കേസ് രാജാവിനോട് പറഞ്ഞു, ഇത് രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതാണെന്ന് പറഞ്ഞു. അപ്പൊ അതേ സമയത്ത് തന്നെ രാജാവിന്റെ കൊട്ടാരത്തില്, മധുരയിലത്തെ അന്നത്തെ രാജാവിന്റെ കൊട്ടാരത്തില് രാജ്ഞിയുടെ ചിലമ്പ് കളവ് പോയിട്ടുണ്ടായിരുന്നു. ഈ 2 ചിലമ്പും ഏകദേശം ഒരുപോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ രാജാവ് വിശ്വസിച്ചു. രാജാവ് പിന്നെ അത് അന്വേഷിക്കാനൊന്നും നിന്നില്ല. അപ്പൊ ഇത് ആരുടേതാണെന്ന് ചോദിച്ചിട്ട് കോവലന്റേതാണെന്ന് പറഞ്ഞപ്പോ അയാളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞിട്ട് അപ്പൊ തന്നെ അയാളുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. അപ്പോ ഇയാള് കുറെ നാളായിട്ടും തിരിച്ചു വരാതെ ആയപ്പം ഈ കണ്ണകി ഇയാളെ അന്വേഷിച്ച് മധുരയിലേക്ക് പോയി അവിടെയൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ഇയാളെ എവിടെയും കണ്ടില്ല. അവസാനം കണ്ണകി അറിയുന്നു, ഇങ്ങനെ ഇയാളെ രാജകൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു, എന്നിട്ട് ഒരു കള്ളക്കേസിൽ അയാളുടെ തല അറുത്ത് കളഞ്ഞു എന്ന് അറിയുന്നു. അത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വന്നിട്ട് മറ്റേ ചിലമ്പും കൊണ്ടിട്ട് രാജകൊട്ടാരത്തിലേക്ക് കണ്ണകി പോകുന്നു. എന്നിട്ട് ആ ചിലമ്പ് പൊട്ടിച്ചിട്ട് അവിടെ കാണിച്ചു കൊടുത്തു. അപ്പോ രാജ്ഞിയുടെ ചിലമ്പിന്റെ ഉള്ളിൽ മുത്താണ് ഉണ്ടായിരുന്നത്, കണ്ണകിയുടെ ചിലമ്പിന്റെ ഉള്ളില് പവിഴമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കാണാമായിരുന്നു അത് രാജ്ഞിയുടെ ചിലമ്പല്ല കണ്ണകിയുടെ ആയിരുന്നു എന്ന്. അപ്പൊ അതില് ഭയങ്കര ഷെയിം ഉണ്ടായിട്ട് രാജ്ഞിയും രാജാവും ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ടും ദേഷ്യം അടങ്ങാതെ, ഭർത്താവിനെ വെറുതെ കൊന്നതിലുള്ള ദേഷ്യം അടങ്ങാതെ കണ്ണകി ഭയങ്കരമായിട്ട് ശപിച്ചിട്ട് ആ മധുര എന്ന് പറഞ്ഞ നഗരം കണ്ണകി ഭസ്മമാക്കി കളഞ്ഞു. എന്നിട്ടും ദേഷ്യം തീരാതെ പിന്നെയും അവിടെ നിന്നിട്ട് ഭയങ്കര ദേഷ്യപ്പെടുന്ന കണ്ണകീനെ അവസാനം ഭഗവതി വന്നിട്ട് ആ ദേഷ്യം അടക്കൂ എന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ചപ്പോ കണ്ണകി തിരിച്ച് അവിടുന്ന് കൊടുങ്ങല്ലൂർക്ക് വന്നു എന്നും, അങ്ങനെ കൊടുങ്ങല്ലൂർക്ക് വന്ന് അവിടെ വെച്ചിട്ട് മരിച്ച കണ്ണകിക്ക് വേണ്ടിയിട്ട് അന്നത്തെ ചേര രാജാവ് പണിത അമ്പലമാണ് കൊടുങ്ങല്ലൂർ അമ്പലം എന്നുമാണ് ഒരു മിത്തുള്ളത്. അങ്ങനെയാണ് കൊടുങ്ങല്ലൂരത്തെ അമ്പലം ഉണ്ടായതെന്ന്. അപ്പൊ ഈ പാട്ടിൽ പറയുന്നത് ഈ ഒരു സ്റ്റോറിയാണ്.
അപ്പൊ നമുക്കിനി പാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, അപ്പൊ ചിലപ്പതികാരം എന്ന് പറയുന്നത് 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, അത് ചിലമ്പിന്റെ കഥയാണത്. ഈ കണ്ണകിയുടെ കാലിലുണ്ടായിരുന്ന ചിലമ്പിന്റെ കഥയാണ്. പിന്നെ അധികാരം, ആ ചിലമ്പും രാജാവിന്റെ അധികാരം ഉപയോഗിച്ചിട്ട് രാജാവ് എന്താണോ ചെയ്തത് അതിന്റെ കഥയായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ ചിലപ്പതികാരം എന്ന് പറഞ്ഞാൽ, അധികാരം എന്ന് പറഞ്ഞാൽ തമിഴില് ചാപ്റ്റർ അല്ലെങ്കിൽ കഥ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോ ചിലമ്പിന്റെ കഥ എന്നുള്ള അർത്ഥത്തിലും പറയാം. നമുക്കിനി ഇതിലത്തെ വരികളിലൂടെ പോയാല്, ആദ്യത്തെ വരി മുമ്പത്തെ ഇതിലേക്ക് പോയാല് ഒന്ന് പോവോ സതീഷ്, മുമ്പത്തേക്ക്, അതിന്റെ മുമ്പത്തേക്ക്. യെസ്, ഇത് ഇപ്പൊ ഇതിൽ നിങ്ങൾ കാണുന്ന ആ കറുത്ത ഇത് മറ്റേ കണ്ണകിയുടെ പ്രതിമയാണ്. അവരുടെ കയ്യിൽ അവരുടെ ചിലമ്പാണ് അവർ പിടിച്ചിട്ടുള്ളത്. ഇത് ഈ രണ്ടാമത് കാണുന്നത്, ഇതാണ് ഇളങ്കോ അടികൾ. അദ്ദേഹമാണ് ഈ ചിലപ്പതികാരം എഴുതിയിട്ടുള്ളത്. മറ്റേത് ചിലപ്പതികാരം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ കവർ പേജ് ആണ്. അതിൽ ആ ചിലമ്പാണ് കാണിച്ചിട്ടുള്ളത്. ഇത് സംഘകാലത്ത് അവരുടെ കീഴിൽ, ആ രാജാക്കന്മാരുടെ കീഴിൽ ഉണ്ടായിരുന്ന ഭൂപ്രദേശങ്ങളെയാണ് ഈ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ശ്രീലങ്കയുടെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു, പിന്നെ തമിഴ്നാടിന്റെ ഒരു വലിയ ഭാഗം ഉണ്ടായിരുന്നു, പിന്നെ മധ്യ കേരളവും ഉണ്ടായിരുന്നു. അത്രയും ഭൂപ്രദേശങ്ങളാണ് ഈ ചേര, ചോള, പാണ്ഡ്യ രാജവംശത്തിന്റെ അടിയിൽ ഉണ്ടായിരുന്നത്. അന്ന് മലയാളം എന്ന് പറഞ്ഞ ഒരു ഭാഷ രൂപപ്പെട്ടിട്ടില്ല. അന്ന് ഈ തമിഴിന്റെയും മലയാളത്തിന്റെയും കൂടിയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള വേർഷൻ, അതിൽ മെയിൻലി തമിഴിനായിരുന്നു ഇത്. പിന്നെയാണ് അതിൽ നിന്ന് മലയാളം എന്ന് പറഞ്ഞ ഒരു ഭാഷ പിന്നെ പതുക്കെയാണ് രൂപപ്പെട്ടത്. അന്ന് ഈ പ്രദേശങ്ങളിൽ മുഴുവനുള്ള ഭാഷ തമിഴിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഭാഷയായിരുന്നു. അപ്പൊ ഇതും എഴുതപ്പെട്ടിട്ടുള്ളത് ഏകദേശം തമിഴിലാണ്, ഈ ചിലപ്പതികാരം. ഇതിലെ ആദ്യത്തെ വരി, കരിനീല കണ്ണഴകി കണ്ണകി കാവേരി കരയിലെത്തി. കരിനീല കണ്ണുള്ള കണ്ണകി എന്നത്തെ ഒരു ഭയങ്കര ആയിട്ടുള്ള സ്ത്രീയായിരുന്നു. ഈ കരിനീല കണ്ണ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഏറ്റവും ഭംഗിയുള്ള കണ്ണ് എന്ന് ഉള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. കരിനീല കണ്ണ് വെച്ച് ഒരുപാട് പാട്ടുകളുണ്ട് വേറെ മലയാളത്തില്. ഗായകൻ ബിനോജ് കുറച്ചു നേരം അൺമ്യൂട്ട് ചെയ്തു. ഒരു പാട്ട് പാടാൻ പറ്റുമോ ബിനോജ്? കരിനീല കണ്ണ് വെച്ചിട്ട് വേറെ. കരിനീലക്കണ്ണിൽ ഒന്ന് രണ്ട് പാട്ടുകൾ ഓർമ്മയായിരുന്നു. ഒന്ന് ഈ പറഞ്ഞ പോലെ, കരിനീല കണ്ണുള്ള പെണ്ണേ നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി, കരിനീല കണ്ണുള്ള പെണ്ണേ അറിയാത്ത ഭാഷയിലെങ്ങോ കുളിരഴകങ്ങളെന്നോടു ചൊല്ലി, കരിനീല കണ്ണുള്ള പെണ്ണേ. അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ പുതുതായിട്ടൊരു പാട്ട്, കരിനീല കണ്ണിലെന്തടി കവിൾ മുല്ലപ്പൂവിലെന്തടി കിളിവാതിൽ ചില്ലിലൂടെ നിന്നായം. അങ്ങനെ ഒരു പാട്ടുണ്ട്. അതിലും കരിനീല കണ്ണ് പറയുന്നുണ്ട്. ആദ്യത്തെ പാട്ട് ബാബുരാജിന്റെ പാട്ടാണ് അത്. പിന്നെ വീണ്ടും അപ്പവും വീഞ്ഞും എന്ന് പറഞ്ഞ് പുതിയൊരു ഫിലിമിൽ റീമേക്ഡ് ആയിട്ടും വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പുതിയ വെർഷൻ. അന്ന് യേശുദാസിന്റെ ഫേമസ് പാട്ടായിരുന്നു, പക്ഷെ അത് സിനിമ പാട്ടല്ലായിരുന്നു അല്ലേ? അന്നത്തത് സിനിമ പാട്ടായിരുന്നു തോന്നുന്നു. അതെ, അന്നത്തതും സിനിമ പാട്ട് തന്നെയാണ്. കരിനീല കണ്ണുള്ള പെണ്ണല്ലേ എന്നാണ് എന്റെ ഓർമ്മ. സോറി, പുതിയ പാട്ട് എന്തായാലും അതെ, എനിക്കറിയില്ല എക്സാക്ട്ലി. അല്ല, അത് ലളിതഗാനം തന്നെയാണ്. സോറി, ഇതാ ഇപ്പൊ പുതിയ അപ്പവും മിഞ്ഞലാണ്, അത് സിനിമയിലോട്ട് എടുത്തു. ശരി, ഓക്കെ. അപ്പൊ രണ്ടു പാട്ട്, കരിനീല കണ്ണ്. ഏതെങ്കിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലോ കരിനീല കണ്ണ് വെച്ചിട്ട് വേറെ പാട്ട് അറിയാവോ? അറിയില്ല തോന്നുന്നു. അപ്പോ എപ്പോഴും അതിന്റെ ഒരു പറയാൻ വന്ന പോയിന്റ് ഇതാണ്. കരിനീല കണ്ണ് എന്ന് പറഞ്ഞാല് അത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, അവര് കാവേരി കരയിലെത്തി. അപ്പൊ ഇതിന്റെ സ്റ്റോറി ഇവര് തുടങ്ങുന്നത് തന്നെ ഈ കോവലനെ കാണാതെ
ഈ മധുരയിലേക്ക് അന്വേഷിച്ച് നടക്കുന്ന കണ്ണകിയിലാണ്. അപ്പൊ കാവേരി കരയിലാണ് മധുര പട്ടണം ഉള്ളത്. അവിടെ വന്നിട്ട് അവര് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ആ ചിലമ്പുമായിട്ട് അത് വിറ്റിട്ട് പൈസ കൊണ്ടുവരാൻ പോയതാണ് ഭർത്താവ്. അദ്ദേഹത്തിനെ കാണാതെ കാവേരിയുടെ കരയിലെത്തി മധുരയിൽ മുഴുവനും അന്വേഷിച്ച് നടക്കുന്ന ഒരു കണ്ണകി. അവരെയാണ് നമ്മൾ പിക്ചറൈസ് ചെയ്യേണ്ടത്. കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു കണ്ണീർ കനക ചിലമ്പ് ചിലമ്പി. ഇതിലെ ഏറ്റവും പ്രധാനം അവരുടെ ചിലമ്പും അത് വിൽക്കാനുള്ള ഒരു ഇതും അതിന് പോയ ആളും ആ ചിലമ്പിന്റെ പേരില് കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ രാജാവ് കൊന്നുകളയുന്ന കോവലനാണ്. അതുകൊണ്ട് ആ ചിലമ്പ് എന്നുള്ള വാക്ക്, ആ സിമ്പൽ ഈ പാട്ടിൽ കുറെ പ്രാവശ്യം ആവർത്തിക്കുന്ന കാണാം. കണ്ടെങ്കിൽ എന്ന് കൊതിച്ചു കണ്ണീർ കനക ചിലമ്പ് ചിലമ്പി. കണ്ണീർ ഈ ചിലമ്പിലെ മുത്തുകൾ കണ്ടില്ലേ? ആ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാം ആ ചിലമ്പിലെ മുത്തുകൾ. ആ ചിലമ്പിന്റെ മുത്ത് കിലുങ്ങുന്നത് പോലെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. അവര് കാണാൻ കൊതിച്ച് നടന്നിട്ട് എവിടെയും കാണാതെ ആയപ്പോ ആ ചിലമ്പിലെ മുത്ത് പോലെ അവരുടെ കണ്ണീർ പൊഴിഞ്ഞു. രാജരഥങ്ങൾ ഊർവലം പോകും മാ മധുരാപുരി നീളെ തിരഞ്ഞു ചെന്തമിഴ് കോവലനെ പാവം കരിനീല കണ്ണഴകി കണ്ണകി. രാജരഥങ്ങൾ ആ മധുരയില് എല്ലായിടത്തും ഊർവലം എന്ന് പറഞ്ഞാല് ഊരിനെ വലം വെച്ചിട്ട്, മധുര എന്ന് പറഞ്ഞ ആ ഊരിനെ വലം വെച്ചിട്ട് രാജരഥങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രഥങ്ങളുടെ ഒക്കെ ഉള്ളിൽ നിന്നിട്ട് ആ മധുരാപുരി നീളെ തിരഞ്ഞു. കണ്ണകി മാത്രല്ല, ആ ചെന്തമിഴ് ആ തമിഴ്നാട്ടിലെ ആ ആളുകൾ മുഴുവനും, ഒരു നാട് മുഴുവനും ഇങ്ങനെ ഒരാളെ കാണാതെ ഈ കണ്ണകിയുടെ കൂടെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ കോവലനെ എവിടെയും കാണാൻ പറ്റിയില്ല. പാവം കരിനീല കണ്ണഴകി കണ്ണകി അവർ തെരഞ്ഞുകൊണ്ടേയിരുന്നു. അത് അവരുടെ ആ ഒരു അവസ്ഥ കാണിക്കുന്നതാണ്. ഊർവലം എന്നുള്ള വാക്ക് പ്രോബ്ലി നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഊർവലം എന്ന് പറഞ്ഞാൽ ഊരിനെ വലം വെച്ചു എന്ന്. രാജരഥങ്ങൾ ഊരിനെ മുഴുവനും വലം വെച്ചു പോകുന്നത്. അന്നത്തെ ആ രാജവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിരുന്നു മധുര. ഒരുപാട് കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും ഒക്കെ പണിതിട്ടുള്ള. അപ്പോ അവിടെ ഇങ്ങനെ രാജാവിന്റെ പ്രതാപം കാണിക്കുന്ന രാജാവിന്റെ രഥങ്ങളൊക്കെ ആ ഊരിനെ വലം വെച്ചിട്ട് എപ്പോഴും പോകുന്നത് അവിടുത്തെ ഒരു യൂഷ്വൽ കാഴ്ചയായിരുന്നിരിക്കും. അപ്പൊ അങ്ങനെ തിരക്കിട്ടിട്ട് എല്ലായിടത്തും 4 സൈഡിലും രഥങ്ങളൊക്കെ പോകുന്ന മധുരാപുരിയില് ഇവരുടെ ഭർത്താവിനെ തിരഞ്ഞു നടന്നുകൊണ്ടിരുന്നു. ആഡംബരങ്ങളിൽ അന്തപുരങ്ങൾ അവളുടെ തേങ്ങൽ കേൾക്കാതെ മയങ്ങി തമിഴകം തളർന്നുറങ്ങി. അപ്പോ ഈ സമയത്ത് ഈ അന്തപുരത്തിൽ വെച്ചിട്ട് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചിട്ടാണ് കോവലനെ ഓൾറെഡി അവർ കൊന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ കണ്ണകി അന്വേഷിച്ചെത്തുമ്പോഴത്തേക്കും തന്നെ ഈ കോവലനെ കൊട്ടാരത്തിലേക്ക് രാജാവ് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് രാജ്ഞിയുടെ ചിലമ്പാണ് എടുത്തതെന്ന് ആരോപിച്ചിട്ട് വേറെ ഒരു അന്വേഷണവും നടത്താതെ ഓൾറെഡി അയാളുടെ കഴുത്ത് വിട്ടിട്ട് അയാളെ കൊന്നുകളഞ്ഞു. അപ്പോ ആ രാജകൊട്ടാരത്തിലെ ആഡംബരങ്ങളില് അവരെന്നിട്ട് അവരുടെ യൂഷ്വൽ ലൈഫാണ്. രാജകൊട്ടാരത്തില് അവരുടെ യൂഷ്വൽ ലൈഫും അവരുടെ ലക്ഷറീസ് ഒക്കെ ആയിട്ട് അവർ ജീവിക്കുകയാണ്. ഈ കണ്ണകി എന്ന് പറഞ്ഞ ഭർത്താവിനെ കാണാതെ ആയിട്ടുള്ള ഒരു ഭാര്യയുടെ തേങ്ങലൊന്നും ആരും കേൾക്കുന്നുമില്ല, അറിയുന്നുമില്ല. അപ്പോ രാജാവും രാജകുടുംബവും ഒക്കെ അവിടുത്തെ അന്തപുരത്തിലെ ആഡംബരങ്ങളൊക്കെ അനുഭവിച്ച് സുഖമായി ജീവിക്കുന്നു. അവളുടെ തേങ്ങൽ കേൾക്കാതെ മയങ്ങി. അവരെല്ലാവരും അങ്ങനെ ജീവിക്കുകയാണ്. അവളുടെ തേങ്ങലോ അല്ലെങ്കിൽ ആ തമിഴകത്തിന്റെ, നേരത്തെ പറഞ്ഞില്ലേ ഒരു നാട് മുഴുവനും അയാളെ അന്വേഷിച്ചു എന്ന്. അപ്പൊ ആ തമിഴകത്തിന്റെ വിഷമോ അല്ലെങ്കിൽ ആ ഭാര്യയുടെ വിഷമോ ഒന്നും അറിയാതെ ആ യൂഷ്വൽ ആഡംബരങ്ങളിലൊക്കെ സുഖിച്ച് അന്തപുരത്തിലെ ആളുകൾ അങ്ങനെ ജീവിക്കുന്നു. ഇപ്പുറത്തെ സൈഡില് കണ്ണകി ഭർത്താവിനെ തേടിയിട്ട് നടക്കുന്നു. ആഡംബരം എന്നുള്ള വാക്ക് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? ആഡംബരം എന്ന് പറഞ്ഞാല് ലക്ഷറി എന്നാണ് അർത്ഥം. അറിയില്ലേ? അതറിയാത്ത വാക്കാണെങ്കിൽ അത് നോട്ടീസ് ചെയ്യൂ. അന്തപുരം എന്ന് കേട്ടിട്ടുണ്ടോ മുമ്പ്? അന്തപുരം എന്ന് പറഞ്ഞാല് പണ്ടത്തെ രാജാക്കന്മാര് താമസിക്കുന്ന സ്ഥലം. അതോ രാജാക്കന്മാര് ഭാര്യമാരെ താമസിപ്പിക്കുന്ന സ്ഥലമാണോ സതീഷ്? അതോ രാജാവും ഭാര്യയും കൂടി താമസിക്കുന്ന സ്ഥലമാണോ? കൊട്ടാരത്തിലെ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാണ് അന്തപുരം. ഓക്കെ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഓക്കെ രാജാവും ഭാര്യയും താമസിക്കുന്നത് കൊട്ടാരമാണ് അല്ലേ? എനിക്ക് തോന്നുന്നതേ ആ അന്തപുരം എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം വെച്ചിട്ടായിരിക്കാം അല്ലെ?
അന്തപുരം പറഞ്ഞ സ്ത്രീകൾ താമസിക്കുന്നത് തോന്നുന്നു അല്ലെ? അന്തർജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിലുള്ളവർ താമസിക്കുന്നത് അങ്ങനെ ഒരു തോന്നലുണ്ട്, പക്ഷെ അറിയില്ല. പക്ഷെ അന്തപുരം നമ്മള് കൊട്ടാരം എന്നുള്ളതിന് പര്യായം പോലും ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സിനിമകളിലൊക്കെ ഇഷ്ടം പോലെ അന്തപുരം തന്നെ സിനിമ ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ? അതെ അതെ, അന്തപുരം സിനിമ തന്നെ ഉണ്ട്, ശരിയാ. അപ്പോ ആഡംബരം എന്ന് പറഞ്ഞാൽ ലക്ഷറി, അന്തപുരം എന്ന് പറഞ്ഞാൽ രാജകുടുംബത്തിലെ സ്ത്രീകൾ രാജകുടുംബ അംഗങ്ങൾ താമസിക്കുന്ന വീട്, അതിനെയാണ് അന്തപുരം എന്ന് പറയാം. അപ്പൊ ആഡംബരങ്ങളിൽ അന്തപുരങ്ങൾ അവളുടെ തേങ്ങൽ കേൾക്കാതെ മയങ്ങി, തമിഴകം തളർന്നുറങ്ങി. മോർ പ്രിസൈസ്ലി, സോറി നമ്മുടെ രാജാവും രാജ്ഞിയും കൂടെ കഴിയുന്ന സ്ഥലമെന്നും അർത്ഥമുണ്ടെന്ന് തോന്നുന്നു അന്തപുരത്തിന് കേട്ടോ. അവർ രണ്ടും കൂടെ റിലാക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലം എന്നാണ് നമ്മൾ വേർഡ് മീനിങ് നോക്കുമ്പോൾ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നിയത് സ്ത്രീകൾ എന്നാലും ഞാൻ കൂടുതൽ കഴിയും. തെരുവിൽ കേട്ടൊരു പാഴ്ക്കഥയായി, രക്തത്തിൽ മുങ്ങിയ രാജനീതിയായി, ചിലപ്പതികാരത്തിൻ കരൾത്തുടികൾ. അപ്പോ ഈ കണ്ണകി ഇവിടേക്ക് വന്നത് തന്നെ കോവലനെ അന്വേഷിച്ചിട്ടാണ്. അവളുടെ കഥ തെരുവിലുള്ള എല്ലാവർക്കും അറിയാം. കുറെ നാട്ടിലെ ഒരുപാട് പേര് കോവലനെ കാണാതെ ആയപ്പോ കണ്ണകിയുടെ കൂടെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഇങ്ങനെ പുറത്തുണ്ടായ ഈ ബഹളത്തിനൊന്നും ഈ രാജകൊട്ടാരത്തില് ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റിയില്ല. അവരപ്പോഴും അവരുടെ ലൈഫൊക്കെ ജീവിക്കുകയാണ്. അപ്പൊ ഇവളുടെ ഇത്രയും ഇതായിട്ടുള്ള ഈ കഥ, ഇത്രയും ഈ ചിലപ്പതികാരത്തിന്റെ കരൾത്തുടിയാണ് ഈ കണ്ണകിയുടെ കഥ. ചിലപ്പതികാരം എന്ന പുസ്തകം തന്നെ ഉണ്ടായത് കണ്ണകിയുടെ കഥയെ പറ്റിയിട്ടാണ്. അപ്പോ ചിലപ്പതികാരത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ കഥ പ്രത്യേകിച്ച് ഒന്നും ഒരു വേവും സൃഷ്ടിക്കാതെ ഈ രാജകൊട്ടാരം അതുപോലെ തന്നെ പണ്ടത്തെ പോലെ തന്നെ അവരെല്ലാവരും ജീവിക്കുന്നു. രക്തത്തിൽ മുങ്ങിയ രാജനീതി. രക്തത്തിൽ മുങ്ങിയ രാജനീതി എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടർത്ഥമുണ്ട്. ഒന്നാമത്, രാജാവ് ആ നീതി നടപ്പിലാക്കിയപ്പോ അത് നീതി ആയിരുന്നില്ല, അനീതിയായിരുന്നു. ഈ കോവലനെ കഴുത്ത് വെട്ടി കൊന്നത്. കാരണം അയാള് രാജ്ഞിയുടെ ചിലമ്പ് അയാൾ മോഷ്ടിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ആരോപണം ചെയ്തിട്ട് അതിനെ പറ്റിയിട്ട് അന്വേഷിക്കുക പോലും ചെയ്യാതെ രാജാവ് അയാളുടെ കഴുത്ത് വെട്ടിക്കളഞ്ഞു. അപ്പോ അവിടെ നീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റിസിനെ രക്തത്തിൽ മുക്കിക്കളഞ്ഞു രാജാവ്. ശരിക്കുള്ള ജസ്റ്റിസ് അല്ല ചെയ്തത്. അവിടെ മരിച്ചത് കോവലൻ മാത്രമല്ല, ആ നീതി കൂടിയാണ്, ജസ്റ്റിസ് കൂടിയാണ് അവിടെ മരിച്ചത്. രക്തത്തിൽ മുങ്ങിയ രാജനീതിയായി, തെരുവിൽ കേട്ടൊരു പാഴ്ക്കഥയായി, രക്തത്തിൽ മുങ്ങിയ രാജനീതിയായി, ചിലപ്പതികാരത്തിൻ കരൾത്തുടികൾ. അപ്പോ ഈ കണ്ണകിയുടെ ഈ കഥയ്ക്കോ അല്ലെങ്കിൽ അവളുടെ സങ്കടത്തിനോ ഒന്നും ഒരു പ്രതികരണവും സൃഷ്ടിക്കാൻ പറ്റിയില്ല. ഇതുപോലെ ഇങ്ങനെ ഈ ഇൻജസ്റ്റിസ് നടപ്പിലായി. അപ്പോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്നിട്ട് കണ്ണകി എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ കഥയുടെ പ്രസക്തി ഹിസ്റ്ററിയില് അന്നത്തെ സാഹചര്യം വെച്ച് നോക്കിയാല്, അന്നൊന്നും രാജാവ് എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ രാജനീതിക്കെതിരായിട്ട് രാജാവ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എതിരായിട്ട് ആരും ഒന്നും പറയാത്ത കാലമാണ് അന്ന്. ഈ കഥ നടന്നത് 3ഓ 4ഓ ഒക്കെ നൂറ്റാണ്ടിലാണ് ഓർക്കണം. ഇപ്പൊ നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കഥ നടന്നിട്ടുള്ളത്. അപ്പൊ അന്നൊക്കെ രാജാവിന്റെ വാക്കോ രാജാവ് ചെയ്യുന്ന കാര്യമാണ് അവസാനത്തെ വാക്ക്. അപ്പോ അന്ന് ഒരു സ്ത്രീകൾക്ക് അന്നും ഇന്നത്തെ പോലെ തന്നെ ഇപ്പൊ പോലും ഒരു സ്ത്രീ അങ്ങനെ ഒരു കാര്യത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നമ്മൾ പേപ്പറിലൊക്കെ വരുന്ന കാണാം. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു സ്ത്രീ രാജാവ് അങ്ങനെ ചെയ്തതിനെതിരായിട്ട് കൊട്ടാരത്തിൽ പോയിട്ട് ചോദ്യം ചെയ്തു. അതാണ് ഈ കഥയുടെ പ്രസക്തി. അതുകൊണ്ടാണ് ഈ കണ്ണകീനെ കുറെ പേരൊക്കെ വാഴ്ത്തുന്നത്, ഭയങ്കര ശക്തിയുടെയും പവറിന്റെയും ഒക്കെ ഒരാളായിട്ട് വാഴ്ത്തുന്നത്. ആ അധികാരത്തിനെതിരെ ചോദ്യം ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം കാണിച്ച സ്ത്രീ ആയിരുന്നു കണ്ണകി. അത് അടുത്തതിലാണ് അത് വരുന്നത്. ഇപ്പൊ ഇതുവരെയുള്ള കഥയില് ഇവളുടെ കഥയ്ക്കൊന്നും ഒരു പ്രാധാന്യവും ഇല്ലാതെ ഈ രാജാവിന്റെ കൊട്ടാരത്തില് അവര് പഴയ പോലെ ജീവിക്കുന്നു. അതുവരെയാണ് ഇതുവരെയുള്ള ഈ വരിയുടെ അർത്ഥം. അപ്പോ കണ്ണകി എന്താണ് ചെയ്തതെന്ന്, കണ്ണകിക്ക് മനസ്സിലായി ഭർത്താവിനെ കൊന്നു എന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ കഥയിൽ പറയുന്നത് 16 വയസ്സിലാണ് കണ്ണകി കല്യാണം കഴിച്ചതാണ്. എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് അധികം താമസിക്കുന്നതിന് ഒരു വർഷത്തിനങ്ങോട്ട് ശേഷം കോവലൻ മറ്റേ സ്ത്രീയുടെ കൂടെ പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു. അപ്പൊ ഈ കഥയൊക്കെ നടക്കുമ്പോ തന്നെ കണ്ണകിക്ക് ഒരു 18 വയസ്സേ ഉള്ളൂ. ഒരു ചെറിയൊരു പെൺകുട്ടിയാണ്. ഇത്തിരി പെണ്ണിൻ പൂത്തിരി കയ്യിലെ. പൂത്തിരി എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? പൂത്തിരി എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ്? അതന്നെ നമ്മൾ മറ്റേ വിഷുവിനൊക്കെ പൂത്തിരി ലാത്തിരി ഒക്കെ കയ്യിൽ പിടിക്കും അല്ലേ? അതൊക്കെ പിടിച്ചിട്ട് കത്തിക്കണ കണ്ടിട്ടില്ലേ?
അപ്പൊ ഈ അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ, കുട്ടികളാരും കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. മേ ബി ഇവര് കേട്ടിരിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറ്റേ ഒരു നദി അമോദിന്റെ സിനിമ നോക്കത്താ ദൂരത്ത് കണ്ടെന്നിട്ട്? അതിലൊക്കെ പാട്ടില്ലേ? ഈ പൂത്തിരി റെപ്രസെന്റ് ചെയ്യുന്നത് സന്തോഷത്തിനെയാണ്. വിഷു ഒക്കെ ഒരു സന്തോഷത്തിന്റെ, നല്ല സന്തോഷമുള്ള സമയത്ത്, അല്ലെങ്കിൽ കുറെ ഉപമയൊക്കെ ഉണ്ട് അങ്ങനെ, പൂത്തിരി കത്തിച്ച പോലെ ചിരിച്ചു എന്നൊക്കെ പറഞ്ഞാല് അത് സന്തോഷത്തിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ഇതിലെ വരികള്, ഇത്തിരി പെണ്ണിൻ പൂത്തിരി കയ്യിൽ നക്ഷത്ര രാവിൻ തീപ്പന്തമാളി. ആ പൂത്തിരിയൊക്കെ പിടിക്കേണ്ട പോലത്തെ ആ ഒരു പ്രായവുമാണ്, ഏറ്റവും സന്തോഷിക്കേണ്ട ഒരു പ്രായമാണ്. അല്ലെങ്കിൽ ആ ഒരു ചെറിയ കുട്ടിയാണ്, ഇത്തിരി പോകുന്ന ഒരു കുട്ടി, ആ കുട്ടിയുടെ കയ്യില് പൂത്തിരി ഇരിക്കേണ്ട കയ്യില്, ആ കയ്യിലാണ് ഇവളാ ചിലമ്പ് പിടിച്ചത്. അപ്പോ ഇവര് ഇത്രയും വലിയ അന്യായം ചെയ്തു എന്ന് അറിഞ്ഞപ്പോ മിണ്ടാതിരിക്കാൻ കണ്ണകി തയ്യാറായില്ല. അവൾ അതിനോട് പ്രതികരിച്ചു. അവൾ കൊട്ടാരത്തിൽ പോയിട്ട് രാജാവിനോടും രാജ്ഞിയോടും ചോദിച്ചു. അതാണ് ആ ചിത്രം റെപ്രസെന്റ് ചെയ്യുന്നത്. അവൾ പറഞ്ഞു അവരോട് പോയിട്ട്, നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ ചിലമ്പ് കൊണ്ടുപോയിട്ട് അത് തുറന്നു കാണിച്ചു. എന്റെ ചിലമ്പിന്റെ ഉള്ളിൽ ഇതാണുള്ളത്, രാജ്ഞിയുടെ ചിലമ്പ് വേറെ ആയിരുന്നു, അപ്പൊ നിങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് അന്ന് പറയാൻ ധൈര്യം കാണിച്ച ആളാണ് കണ്ണകി. അപ്പോ ആ ചെറിയൊരു കുട്ടിയായിരുന്ന അവളുടെ കയ്യില് നക്ഷത്ര രാവിൻ തീപ്പന്തമാളി, ദേഷ്യം വന്നപ്പോ, അന്യായത്തിനോട് പ്രതികരിക്കുമ്പോ ആ ചെറിയ കുട്ടിത്തം വിട്ടിട്ട് തീപ്പന്തം ആളുന്ന ഒരാളായി മാറി കണ്ണകി. പട്ടണങ്ങൾ പട്ടടയായി. പട്ടട എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് മുമ്പ് കേട്ടിട്ടുണ്ടോ? പട്ടട എന്ന് പറഞ്ഞാല് ചിത എന്നാണ് അർത്ഥം. ഇപ്പൊ നിങ്ങൾ ആ പിക്ചറിൽ കാണുന്ന പോലെ കണ്ണകി ശപിച്ചപ്പോ ആ ഒരു ഗ്രാമം മുഴുവനും, അല്ല ആ മധുര നഗരം മുഴുവനും എന്താ തീ കത്തിപ്പോയി. അത് ആ പ്രദേശമൊക്കെ ഒരു ചിത മാതിരിയായി പോയി. കുറെ ആളുകളൊക്കെ അതിൽ വെന്തെരിഞ്ഞു എന്നാണ് പണ്ടത്തെ ഒരു മിത്ത്. എനിവേ, ഇത് കാണിക്കുന്നത് ഒരു ചെറിയ കുട്ടിയായിരുന്ന ഒരു സ്ത്രീ, അന്ന് വരെ ഒരു ചെറിയ കുട്ടിയായിരുന്ന, ഒരു സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു കുട്ടി അവളുടെ അഭിമാനത്തിനോ അല്ലെങ്കിൽ അവളുടെ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസിനോ അതിനെ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ അവൾക്കുണ്ടായ ഒരു ധൈര്യം, ശക്തി, അവൾ എത്ര ശക്തിയോട് കൂടിയിട്ടാണ് പ്രതികരിച്ചത്. അതാണ് ഈ ഒരു വരിയുടെ ഇമ്പോർട്ടൻസ്. ആ ചെറിയ കുട്ടി പെട്ടെന്ന് ഒരു തീപ്പന്തം മാതിരി കത്തി അവളുടെ ശാപത്തില് പട്ടണങ്ങളെല്ലാം പട്ടടയായിട്ട് മാറി. പട്ടട എന്ന് പറഞ്ഞാൽ ചിത. ആ മാറിൽ നിന്നും ചിമ്മിയ നൊമ്പരം തിരുവഞ്ചി നാടിൻ തിലകമായി മാറി. അപ്പൊ ആ കഥയുടെ ബാക്കി, അവളുടെ ഒരു മാറ് കണ്ണകി അറുത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് വന്ന ആ ചോര, തിരുവഞ്ചി നാട് എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ചേര, ചോള, പാണ്ഡ്യ, അവരുടെ ആ ഒരു ഇതിന്റെ അടിയിൽ ഏതൊക്കെ നാടുകളാണ് ഉണ്ടായിരുന്നതെന്ന് നേരത്തെ ഒരു മാപ്പ് കാണിച്ചിട്ട് കാണിച്ചു തന്നില്ലേ? കേരളത്തിന്റെ കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, ആ സെൻട്രൽ കേരളയുടെ കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ തമിഴ്നാടിന്റെ കുറെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെ ശ്രീലങ്കയുടെ ഒരു ചെറിയ ഒരു കഷ്ണം ഉണ്ടായിരുന്നു. ഇത്രയും ഭാഗങ്ങളാണ് ഈ ചേര, ചോള, പാണ്ഡ്യ രാജവംശത്തിനടിയിൽ ഉണ്ടായിരുന്നത്. അതിനെയാണ് തിരുവഞ്ചി നാട് എന്ന് പറയുന്നത്. അപ്പോ ആ തിരുവഞ്ചി നാടിന്റെ തിലകമായിട്ട് മാറി. തിലകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഇവിടെ ഇടുന്ന ഒരു എന്താണ്, ആ ചുമന്ന കുറിനെയാണ് തിലകം എന്ന് പറയാം. അപ്പൊ ആ ഒരു മാറ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ദേഷ്യത്തില് കണ്ണകി, അത്രയും ദേഷ്യത്തിൽ അവളുടെ രൗദ്രഭാവം കൊണ്ട് നിൽക്കുന്ന ആ സമയമാണ്. അപ്പോ ആ ചോരയാണ് ആ തിലകമായിട്ട് മാറി എന്ന് പറയുന്നത്. അങ്ങനെ അധികം താമസിക്കാതെ എന്നിട്ട് അവിടുന്ന് പോയിട്ട് പിന്നെ ഈ കൊടുങ്ങല്ലൂർ എത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു കല്ലായിട്ട് മാറി ദേഹം വെടിഞ്ഞു കണ്ണകി എന്നാണ് പറയുന്നത്. അപ്പൊ ആ കല്ലിന്റെ ആ വിഗ്രഹത്തിലാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം പണിതിട്ടുള്ളത്. അപ്പോ ദേഹം വെടിഞ്ഞ ശേഷം ഈ ഭർത്താവിന്റെ കൂടെ തന്നെ സ്വർഗത്തിലെത്തി കണ്ണകി എന്നാണ് സങ്കല്പം. അപ്പോ അവരുടെ മംഗലം സ്വർഗത്തിൽ നിറമഴയായി. ഇതുവരെയുള്ളത് കഥയാണ്. തിരുവഞ്ചി നാടിന്റെ തിലകമായിട്ട് മാറി. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഒരു സങ്കല്പം. അപ്പോ അവളും മരിച്ചുപോയി. മരിച്ച ഭർത്താവിന്റെ കൂടെ എത്തിയിട്ട് അവര് സ്വർഗത്തിൽ വീണ്ടും വിവാഹിതരായി എന്നുള്ളതാണ് അതിന്റെ ഒരു സങ്കല്പം. ഇത്രയേ ഉള്ളൂ ഈ പാട്ട്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് കണ്ണകി വളരെയധികം ഇതാക്കിയിട്ടുള്ള ഒരു സ്ത്രീയുടെ, ഒരു ഭയങ്കര ശക്തിയുള്ള സ്ത്രീയുടെ ഒരു സങ്കല്പമാണ് കണ്ണകി. കണ്ണകിയുടെ പ്രതിമ കുറെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടില്. പിന്നെ ജയലളിത അധികാരത്തിലൊക്കെ വന്നപ്പോ ഈ കഥനെ വേറൊരു ഇതിലും കൂടെ വ്യാഖ്യാനിക്കാം നമുക്ക്. ഇപ്പൊ ഞാനിതിനെ കാണുന്നത്, കണ്ണകി എന്ന് പറഞ്ഞ ഒരു സാധാരണ സ്ത്രീ, അവരൊരു ഇൻജസ്റ്റിസ് കണ്ടപ്പോ പ്രതികരിച്ചപ്പോ അവരെത്രമാത്രം ശക്തിയുള്ള, ധൈര്യമുള്ള ഒരു സ്ത്രീയായി മാറി. രാജാവിനോട് പോലും ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ട ഒരു സ്ത്രീയായിട്ട് മാറി എന്നാണ്. പക്ഷെ ഇതിന്റെ വേറൊരു അർത്ഥത്തിൽ എടുക്കുക, കണ്ണകി ഭർത്താവിനെ ഭയങ്കര പാതിവൃത്യമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ്.
ഭർത്താവ് ഇവരെ വിട്ടിട്ട് വേറൊരു സ്ത്രീയുടെ കൂടെ പോയി താമസിച്ചു. എന്നിട്ടും ഭർത്താവ് തിരിച്ചു വന്നപ്പോ ഇവര് വഴക്കടിച്ചൊന്നുമില്ല. ഇവര് അയാളുടെ കൂടെ അയാൾക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് ജീവിച്ചു. എന്നിട്ട് അയാളുടെ കയ്യിൽ പൈസ ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇവരുടെ ചിലമ്പ് വിറ്റോളാൻ പറഞ്ഞു. ആ വേറൊരു സ്ത്രീയുടെ കൂടെ പോയ ഭർത്താവിനെ ഒരു ദേഷ്യവും കാണിക്കാതെ സ്വീകരിച്ച അത്രയും പാതിവൃത്യമുള്ള ഒരു സ്ത്രീയാണ് കണ്ണകി എന്നുള്ള അർത്ഥത്തിലും ഇവരെ എടുക്കാറുണ്ട്. അപ്പൊ അതൊരു അതിനങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ജയലളിതയുടെ സമയമായപ്പോ ഇവരുടെ പ്രതിമകളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും അടുത്ത ആള് വന്നപ്പോ അടുത്ത മിനിസ്റ്റർ വന്നു കഴിഞ്ഞപ്പം മുഖ്യമന്ത്രി വന്നപ്പോ അത് ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല, വീണ്ടും ആ പ്രതിമകളൊക്കെ അവിടെ വെച്ചു. അങ്ങനെ രണ്ടർത്ഥത്തിൽ എടുക്കാം. പക്ഷെ ഞാൻ കണ്ണകീനെ ഒരു ശക്തിയുള്ള സ്ത്രീയായിട്ട് കാണുന്നത് അവർ ഇൻജസ്റ്റിസ് ഒക്കെ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. ഇതാണ് കണ്ണകിയുടെ കഥ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കണം. കണ്ണകിയുടെ കഥ എന്ന് പറഞ്ഞാൽ കണ്ണകിയുടെ കഥ മാത്രമല്ല, അപ്പൊ ഭരിച്ചിരുന്ന ആ ചേര രാജാക്കന്മാരുടെ കഥയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കൂടെ സംഘം ലിറ്ററേച്ചറിലേക്കൊക്കെ പോകാൻ പറ്റും. ചിലപ്പതികാരം എന്ന് പറഞ്ഞ പുസ്തകത്തിലേക്ക് പോകാൻ പറ്റും. ഈ ചിലപ്പതികാരം എഴുതിയ ഇളങ്കോടികള് ഞാൻ പറഞ്ഞു നേരത്തെ, ഈ ചേര രാജാവായിരുന്ന സെങ്കുട്ടവന്റെ ബ്രദർ ആയിരുന്നു. അദ്ദേഹം ഒരു ജൈനമത വിശ്വാസിയായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ജൈനമതത്തിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളിലേക്കുള്ള ഒരു വാതിലാണ് ഇപ്പൊ തുറന്നു തന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് എത്രത്തോളം ഗൂഗിൾ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇതിനെ പറ്റിയിട്ട് എന്തോ ഒരു കാര്യം കൂടെ ഞാൻ പറയണം എന്ന് വിചാരിച്ചു, ഇപ്പൊ മറന്നുപോയി. എനിവേ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഈ കാവ് തീണ്ടുക എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഈ സിനിമയില് ഈ സിനിമയില് ഈ പാട്ട് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇതുപോലെ എല്ലാ ആളുകളും ചുമന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ഈ കാവി ചുവന്ന പോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട്, വെളിച്ചപ്പാടിനെ കണ്ടിട്ടില്ലേ? വെളിച്ചപ്പാട് വരുമ്പോ ഇങ്ങനത്തെയല്ലേ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടാവുക? യെസ്. അപ്പോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേക ഇതാണിത്. കാവ് തീണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഉത്സവം നടക്കുമ്പോ ഇങ്ങനെ കാവ് തീണ്ടുക എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാല് അശുദ്ധമാക്കുക എന്നാണ്. അമ്പലം പോയിട്ട് അശുദ്ധമാക്കുക. യൂഷ്വലി നമ്മളെല്ലാവരും പറയാ അമ്പലം ശുദ്ധമാക്കുക എന്നല്ലേ. പക്ഷെ ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ മാത്രം ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. എല്ലാവരും പോയിട്ട് അവര് മഞ്ഞളും കുങ്കുമവും ഒക്കെ ഇട്ടിട്ട് അവര് ഉറഞ്ഞു തുള്ളി ഭയങ്കര അശുദ്ധമാക്കിയിട്ട്, പിന്നെ അപ്പൊ പാടുന്ന പാട്ടുകളും ഭയങ്കര സ്ട്രോങ് ആയിരിക്കുന്ന, ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അങ്ങനെയാണ് പറയാ. അപ്പോ അത്രയും ഒരു ആളുകളുടെ ദേഷ്യവും അവരുടെ എല്ലാ ഫ്രസ്ട്രേഷനും തീർക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോ അതാണ് ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാല് അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ പൂജയും അവിടുത്തെ ആചാരങ്ങളും. ബാക്കി എല്ലായിടത്തും നമ്മൾ ഭയങ്കര സൗമ്യതയോട് കൂടിയിട്ട് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ദേവിയോ ദേവനെയൊക്കെ പ്രസാദിപ്പിക്കുന്ന കാണുമ്പോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ മാത്രം ഇതുപോലെ ആളുകൾ ഉറഞ്ഞു തുള്ളി അവരുടെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെയാണ് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലം കുറച്ചു നാളത്തേക്ക് അടച്ചിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നിട്ട് പിന്നെയും യൂഷ്വൽ എല്ലാം അവിടെ പോയിട്ട് തൊഴ വെക്കുക. പക്ഷെ ഈ കാവുതീണ്ടലിന് മാത്രം ചെല്ലുമ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റുക. അത്രയുമാണ് അതിന്റെ ഐതിഹ്യം. അങ്ങനെയാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ. ഇപ്പൊ ഇനി എപ്പോഴെങ്കിലൊക്കെ ആ അമ്പലത്തിന്റെ അടുത്ത് കൂടെ പോകുമ്പോ ഓർക്കണം, അത് ചേര രാജാവ് പണിതതാണ്, കണ്ണകിക്ക് വേണ്ടിയിട്ട് പണിതതാണ്. ഇങ്ങനെ കണ്ണകി എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവര് മധുരയിൽ പോയി, എന്നിട്ട് ഇതുപോലെ അവിടെ മധുര പട്ടണമൊക്കെ അവര് കത്തി നശിപ്പിച്ചു. എന്നിട്ട് അവര് തിരിച്ചു വന്നിട്ട് കൊടുങ്ങല്ലൂർ ആണ് വന്നത്. അവിടെയാണ് അവരുടെ ദേഹം വെടിഞ്ഞത്. അപ്പൊ അവരിടുന്ന സ്ഥലത്ത് പിന്നെ ഒരു കല്ലായി മാറി. ആ കല്ലിന് ചുറ്റും പണിത അമ്പലമാണ് കൊടുങ്ങല്ലൂർ. അതാണ് അതിനെ പറ്റിയിട്ടുള്ള സ്റ്റോറി എന്നാണ് പറയപ്പെടുന്നത്. ആർക്കും ഒരു ഡൗട്ടും ഇല്ല? അങ്ങനെ ഒരു മിത്ത് ഉണ്ടോ ശങ്കർ? അതെ, അത് ആറ്റുകാൽ ദേവി എന്ന് പറഞ്ഞപ്പോ ഒരു കണ്ണകിയായിട്ട് ഒരു കഥയുണ്ട്. കൊടുങ്ങല്ലൂര് പോകുന്ന വഴി ആറ്റുകാല് വഴിയാണ് പോയതെന്നാണ്, അങ്ങനെ ഒരു കഥയുണ്ട്.
ആറ്റുകാലിൽ പോയാണ് ആദ്യം ഇരുന്നത്. അവിടുന്ന് അതിനുശേഷമാണ് കൊടുങ്ങല്ലൂർ പോയിരുന്നത് എന്നാണ് ഒരു ഐതിഹ്യം കേട്ടോ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ആറ്റുകാൽ പൊങ്കാല നടത്തണത് എന്നാണ് പറയാ. തിരുവനന്തപുരത്ത് അല്ലാത്തുള്ള ആളുകൾക്ക് ആറ്റുകാൽ പൊങ്കാല എന്താണെന്ന് അറിയാവോ? അറിയാം, നടി ചിപ്പിയൊക്കെ എല്ലാ പ്രാവശ്യം വരണല്ലേ. തീർച്ചയായിട്ടും അറിയാം, ഞാൻ പോയിട്ടുണ്ട്, പോയി ഇട്ടിട്ടുണ്ട്, അപ്പൊ അറിയാം. അല്ല, ഞാൻ ചോദിച്ചത് കുട്ടികൾക്ക് എങ്കിലും ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയായിരിക്കോ? തിരുവനന്തപുരത്തുള്ള ഒരു വലിയ ഒരു അമ്പലമാണ്. പൊങ്കാല എന്നുള്ള വാക്ക് കുട്ടികൾ കേട്ടിട്ടുണ്ടായിരുന്നു. പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞ് കേട്ടുക, അവനെ പൊങ്കാല ഇട്ടു എന്ന് പറഞ്ഞത്. അല്ലാതെ യഥാർത്ഥ പൊങ്കാലയാണോ ഇപ്പോ നിലവിൽ ഉപയോഗിച്ച് കാണുന്നതെന്ന് എനിക്കറിയാം നിശ്ചയം. കുട്ടികളുടെ ഈ ജനറേഷന്റെ ഈ യൂസേജിൽ, ലാംഗ്വേജ് യൂസേജിനകത്ത്. അല്ല, അപ്പൊ എന്താണ് ഈ പൊങ്കാല ഇടുക എന്നുള്ള വാക്ക്? അത് എന്താണ് അതുമായിട്ട് കണക്ഷൻ ഈ ആറ്റുകാൽ പൊങ്കാലയിട്ട്? പൊങ്കാല കലം തിളച്ച് മറിയുന്നതിനാണ്, പൊങ്ങി മറിയുന്നതിനാണ് പൊങ്കാല എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. സമർപ്പണമാണ്, സമർപ്പണം, നിവേദ്യം സമർപ്പിക്കുന്നതിനെയാണ് പൊങ്കാല ഇടുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പൊങ്കാല പക്ഷെ മറ്റിടത്തെങ്ങും ഇങ്ങനെയുള്ള വാക്ക് പ്രയോഗിക്കാറില്ലല്ലോ. ആറ്റുകാലിൽ മാത്രമല്ലേ ഉള്ള പൊങ്കാല. അല്ലല്ല, ചക്കുളത്തും അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ പോയി പൊങ്കാല ഇടുന്നു പറയാം. ദേവീക്ഷേത്രങ്ങളിലെല്ലാം പൊങ്കാല ഇടുന്നുണ്ട് ഇപ്പൊ. അത് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ പുതിയ പ്രവണതകളാണ്. ഒരു 10 വർഷമായിട്ട് ഉണ്ടാവുള്ളൂ. ശരിയാണ്. പക്ഷെ അത് പറയുമായിരുന്നു, നമ്മള് പണ്ടൊക്കെ അമ്പലങ്ങളിലൊക്കെ ഉള്ള ഒരു മറ്റേ ഈ രസീത് എടുക്കുന്ന സ്ഥലങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഇതുണ്ടല്ലോ, അതിൽ കണ്ടിട്ടുണ്ട് പൊങ്കാല എന്നുള്ള. പണ്ടേ വഴിപാടുകൾക്കിടയിൽ പൊങ്കാല എഴുതിയിട്ടുണ്ടായിരുന്നു പണ്ട് തൊട്ടേ. പക്ഷെ അങ്ങനെ കൂടുതലായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. ആറ്റുകാൽ പൊങ്കാലയായിട്ടുമാണ് കൂടുതൽ ബന്ധപ്പെട്ട് നമ്മൾ ആ വാക്ക് കേട്ടിട്ടുള്ളത്. ശരിയാണ്. പക്ഷെ മറ്റു അമ്പലങ്ങളിലും കേട്ടിട്ടുണ്ട്. തമിഴില് പൊങ്കൽ എന്ന് പറയുമ്പോ അവര് പൊങ്കലോ പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുകളിലോട്ട് തീയിട്ട് പൊന്തി വരുന്ന സമയത്ത് അതുകൊണ്ടാണ് പൊങ്കൽ എന്ന് വിളിക്കുന്നത് പറഞ്ഞത്. ഇത് അത് സെയിം സാധനമാണ്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കലത്തില് അരിയൊക്കെ വെച്ചിട്ട് അത് പൊന്തുമ്പോഴാണല്ലോ അത് തീരുന്നത് അവിടെ. അപ്പൊ ഈ പൊങ്കാല ഇടുന്നതായിട്ട് എന്താ മീൻസ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പാർലൻസ് ഉണ്ടല്ലോ പൊങ്കാല ഇടൽ. അപ്പൊ ഇതെന്താണ് ഇത് ഈ പൊങ്കാല ഇടൽ എന്നുള്ളത് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണം? തിളച്ച് തൂവിയൊക്കെ വരുമല്ലേ, പൊങ്കാല ഇടാന്ന് പറഞ്ഞാൽ അവന്റെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇട്ടു, അത്രയൊക്കെ തന്നെ ഉള്ളൂ. ചീത്ത പറയാന്ന് ഓർത്തുള്ളൂ. കുട്ടികൾ ആരെങ്കിലും ഇപ്പൊ ഈ വാക്ക് യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോ അവൻ ഭയങ്കര പൊങ്കാല ഇട്ടു എന്നൊക്കെ? അവൻ ഭയങ്കര നല്ല കേട്ടോ യൂസേജ് എന്ന് വെച്ചാൽ അവനെ എല്ലാരും കൂടെ പൊങ്കാല ഇട്ടെന്നാ പറയാ. പൊങ്കാലയുടെ ഒരുതരം നല്ലോണം കൊടുത്തു എന്നൊക്കെ രീതിയിലുള്ള ഒരു യൂസേജായി മാറിക്കഴിഞ്ഞു. അത് എന്താണ് നല്ലോണം കൊടുത്തത്? അപ്പം എനിക്ക് തോന്നുന്നു തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. പക്ഷെ ഇവിടെ തൃപ്തിപ്പെടുന്ന രീതിയിലല്ല നമ്മുടെ കറന്റ് യൂസേജ്. അതല്ല, ദേഷ്യം മുഴുവൻ തീർക്കുക, കൊടുക്കുന്നവന്റെ തൃപ്തിയാണെന്ന് തോന്നുന്നു. അത് ശരി. ദേഷ്യം ശമിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. നവജിത്തെ എന്താണ് പൊങ്കാല ഇടാൻ നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് പൊങ്കാല ഇടാൻ പോണെന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. അല്ലാതെ ഈ ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ഇട്ടൊന്നും നിങ്ങൾ ഉപയോഗിക്കാറില്ല? ഞാൻ ഉപയോഗിക്കാറില്ല. നവനീത് ഇപ്പം പറഞ്ഞ ശരിയാണോ? എവിടെ നവനീത്? എന്താ സാറേ? നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് പൊങ്കാല ഇടുക എന്ന് പറഞ്ഞ വാക്ക്? ഇടാറുണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഇടാറുണ്ടല്ലേ? ഇവിടെ കുറെ നാളിട്ടുണ്ട്. അല്ല നവനീത്, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ ഓരോരുത്തരെ പൊങ്കാല ഇട്ടു എന്ന് പറയില്ലേ, അവന്റെ പോസ്റ്റിൽ പോയിട്ട് എല്ലാവരും പൊങ്കാല ഇട്ടു, അങ്ങനെ ഉപയോഗിക്കാറില്ലേ നിങ്ങള്? അത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല.
ഏതാ? ഭയങ്കര മര്യാദക്കാരാണല്ലോ നിങ്ങളുടെ ചേട്ടനും കസിൻസ്. ആ ശരി. വേറെ കുട്ടികൾ ആരും നിങ്ങൾ ആരും ഉപയോഗിക്കാറില്ലേ പൊങ്കാല ഇടുക എന്നുള്ള വാക്ക്? സോഷ്യൽ മീഡിയയിലൊക്കെയാണ് ഇങ്ങനെ പറയാം, ഇന്നാളുടെ പേജിൽ പൊങ്കാല എന്നൊക്കെ പറഞ്ഞേക്കാം. എനിവേ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ആരും പാട്ടൊന്നും പാടുന്നില്ലേ? അത് അനിലുണ്ടല്ലോ. എനിക്ക് സുധ ചേച്ചിയുടെ അത്ര നന്നായി ഒന്നും പറ്റില്ലായിരിക്കും, ശ്രമിക്കാം. പക്ഷെ വിനോദ് ചേട്ടൻ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്താ? ഓക്കെ, പാട്ടിന് തീർച്ചയായിട്ടും. ശരി. കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി, ഓ കണ്ടെങ്കിലെന്നു കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പോ ചിലമ്പി, രാജരഥങ്ങൾ ഊർവലം പോകും മാമധുരാപുരി നീലെത്തിരഞ്ഞും ചെന്തമിഴ് കോവലനേ പാവം കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി, ഓ കണ്ടെങ്കിലെന്നു പാടിച്ചു കണ്ണീർ കനകച്ചിലമ്പോ ചിലമ്പി, ആഡംബരങ്ങളിൽ അന്തഃപുരങ്ങൾ അവളുടെ തേങ്ങൽ കേൾക്കാതെ മയങ്ങി തമിഴകം തളർന്നുറങ്ങി, തെരുവിലെ കേട്ടൊരു പാഴ്കഥയായി രക്തത്തിൽ മുങ്ങിയ രാജനീതിയായി ചിലപ്പതികാരത്തിൻ കരൾ തൊടികൾ, കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി, ഓ കണ്ടെങ്കിലെന്നു കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പോ ചിലമ്പി, ഇത്തിരി പെണ്ണിൻ പൂത്തിരി കൈയിലെ നക്ഷത്രരാവിൻ തീപ്പന്തമാളി പട്ടണങ്ങൾ പട്ടടയായി, ആമാറിൽ ചിമ്മിയ തിരുവഞ്ചി നാടിൻ തിലകമായി മാറി, മംഗളം സ്വർഗത്തിൽ നിറമഴയായി, കരിനീല കണ്ണഴകി കണ്ണകി കാവേരിക്കരയിലെത്തി, ഓ കണ്ടെങ്കിലെന്നു കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പോ ചിലമ്പി. ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു അനില, വളരെ നന്നായിട്ട് പാടി. സപ്പോർട്ടിനൊന്നും യാതൊരു ആവശ്യം വന്നില്ല. എന്ത് സപ്പോർട്ട്, ഇതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ പാടുന്നത്. വെൽ ഡൺ. പിന്നെ ഇന്ന് വന്ന കുട്ടികൾ ആരെങ്കിലൊക്കെ പാട്ട് പാടുന്നവരുണ്ടോ? മീനാക്ഷി ഇന്ന് പാടാന്നാ പറഞ്ഞ പോയേട്ടാ. മീനാക്ഷി ആദ്യം ഇവിടെ ഒത്തിരി കൊളായി, അത് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ ജെഫി ആഡ്ലിൻ ജെഫി ഇപ്പോഴും ഉണ്ടോ ഓൺലൈൻ? ഒരു പാട്ട് പാടുന്നോ? ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. ആഡ്ലിൻ ജെഫി ഉണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? മീനാക്ഷി ഇന്ന് പാടാന്ന് പറഞ്ഞാള്. അതെ, പെട്ടെന്ന് ഞെട്ടിച്ചത്.
നമുക്കിനി സെഷൻ ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. ആർക്കെങ്കിലൊക്കെ 2 പാട്ടൊക്കെ പാടായിരുന്നു. ആഡ്ലിൻ ആൻഡ് അഡീൻ 2 പേരുണ്ട്. പാട്ട് പാടുന്നു ആരെങ്കിലും ഒരാൾ? ബിനുജൊരു തുടക്കട്ട് കൊടുക്കുന്നു. വെരി ഗുഡ്, എക്സലന്റ്. There is peace in Christ when we learn of Him. Feel the love He felt for us when He bore our sin. Listen to His words, let them come alive. If we know Him as He is, there is peace in Christ. He gives us hope. When hope is gone, He gives us strength when we can't go on. He gives us shelter in the storms of life. When there's no peace on earth, there is peace in Christ. Beautiful. Thank you. Thank you. മീനാക്ഷിയുടെ ടേൺ ആണോ? മീനാക്ഷി ഓൺ ചെയ്യുന്നില്ലേ? പാട്ടൊക്കെ പാടുന്നേ, 2 പാട്ട്. അയ്യോ, ഞാൻ തന്നെ വീണ്ടും പാടണം? ഞാൻ ഇവിടെ നിന്ന് പാടണമെന്ന് ആലോചിച്ചിട്ടാ മ്യൂട്ടായിട്ടിരിക്കുന്നത്. ഇല്ല, ഈ ഇതിനകത്ത് ചിലപ്പതികാരം വരികൾ വരുന്നത്, ചിലപ്പതികാരമല്ല, മറ്റേ ആ പാട്ടില് ഇളങ്കോവടികളെ പറ്റി പറയുന്നല്ലേ. അങ്കനമാ മൗലി മണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസക മൊഴികൾ നൽകി ദേവി, മാണിക്യവാസക മൊഴികൾ നൽകി ദേവി, ഇളം കോവടികൾ ചിലമ്പു നൽകി, തമിഴകമാകെയും ശൃംഗാരറാണി നിൻ പഴമുതിർ കൊഞ്ചലിൻ ചോലയായി, തമിഴകമാകെയും ശൃംഗാരറാണി നിൻ പഴമുതിർ കൊഞ്ചലിൻ ചോലയായി. അതിലെ ഇളങ്കോവടികളുടെ ചിലമ്പ് നൽകുന്നത് പറയുന്നുണ്ട്. ഈ പാട്ടുമായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഓർമ്മ വന്നത്.